മക്കളെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 1ാം ക്ലാസ്സിലെ കൂട്ടുകാര് ഉത്കൃതന 3ാം ദിവസം ഇന്റഗ്രേഷൻ ഡേ 3 മക്കൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഉത്കൃതനം 1ാം ദിവസം 2ാം ദിവസം പരീക്ഷകളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണല്ലേ. ഇനി നമുക്ക് 3ാം ദിവസത്തെ പരീക്ഷകളാണ് വരിക. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ളതുപോലെയല്ല കേട്ടോ. നമുക്ക് ഇന്നത്തേക്ക് കുറച്ചധികം കാര്യങ്ങളൊക്കെ മക്കള് എഴുതാനായിട്ടും പഠിക്കാനായിട്ടും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. കാര്യം 3ാം ദിവസത്തെ എക്സാം അല്ലേ. അപ്പൊ നമുക്ക് കുറച്ചധികം കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് മക്കൾ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ മക്കള് പേടിക്കൊന്നും വേണ്ട, ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കൾ പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് 1-2 ദിവസത്തെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു അല്ലേ. ഇനി 3ാം ദിവസമാണ് വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, 3ാം ദിവസത്തിൽ മക്കൾക്ക് ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഇത്തരത്തിലൊരു ചോദ്യം വരാം കേട്ടോ. അപ്പൊ ടീച്ചർ എന്തൊക്കെയോ കുറെ വരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതേപോലെ മക്കൾക്കും എന്ത് ചെയ്യും, ചോദ്യത്തിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ തരും കേട്ടോ. ഇവിടെ ഇപ്പൊ എന്തിന്റെ കൂട്ടങ്ങളാണുള്ളത്, ബാറ്റ്, അതുപോലെ തന്നെ കാറ്, ബോള്, അതുപോലെ തന്നെ ഒരു സ്റ്റാർ അല്ലെ. ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ചിത്രത്തില് ഓരോന്നും എത്ര വീതമാണ് ഉള്ളത് എന്നുള്ളത് മക്കൾ കണ്ടെത്തിയിട്ട് എഴുതാനായിട്ട് പറയും കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും എത്ര എണ്ണം വീതമാണുള്ളത് എന്നുള്ളത് ആദ്യം എണ്ണി കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ ഈ ഒരു ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്, നക്ഷത്രമുണ്ട്, കാറുണ്ട്, ബാറ്റ് ഉണ്ട്, ബോൾ ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും കണ്ടുപിടിക്കാം കേട്ടോ. ആദ്യം തന്നെ മക്കളോട് ചോദിച്ചത് എന്താണ്, പൂക്കളാണ് തന്നിട്ടുള്ളത് അല്ലെ. ഈ കൂട്ടത്തിൽ എത്ര പൂക്കൾ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയ മക്കള് ഈ തന്നിട്ടുള്ള കോളത്തിൽ എഴുതണം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എത്ര പൂക്കൾ ഉണ്ട് മക്കളെ. ഇവിടെ ഒരു ആദ്യത്തെ വരിയിൽ പൂക്കളുണ്ടോ, ഇല്ല അല്ലെ. അടുത്ത വരി നോക്കിക്കേ, ഇവിടെ ഒരു പൂവുണ്ട് അല്ലെ, ഇവിടെ ഒരു പൂവുണ്ട്. അപ്പൊ നമുക്ക് 1 കിട്ടി. ഇനി ചിത്രത്തിൽ വേറെ പൂക്കൾ കാണുന്നുണ്ടോ, വേറെ പൂക്കളൊന്നുമില്ല. അപ്പൊ പൂക്കളുടെ എണ്ണം എത്രയാണ് മക്കളെ, ഒച്ചത്തിൽ പറഞ്ഞേ എത്രയാണ്, 1 ആണ് അല്ലെ. ആകെ ഒരു പൂവേ ഉള്ളൂ. അടുത്തത് ഏതാണ് കണ്ടെത്താനായിട്ട് പറഞ്ഞത്, നമ്മുടെ കാർ അല്ലേ. കാർ എത്ര എണ്ണാണ് ഈ ഒരു തന്നിട്ടുള്ള കൂട്ടത്തിലുള്ളതെന്ന് മക്കള് കണ്ടെത്തണം. നോക്കിക്കേ മക്കളെ, ഇവിടെ ഒരു കാറുണ്ട്, ഇവിടെയോ 2, ഇവിടെയോ 3, ഇവിടെ എത്ര ഉണ്ട്, 4 അല്ലെ. എത്ര കാറുകൾ എത്ര എണ്ണം ഉണ്ട്, 4 എണ്ണാണ് ഉള്ളത്. അടുത്തത് എന്താണ് മക്കളെ, ബാറ്റിന്റെ ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലെ. ബാറ്റ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് മക്കൾ കണ്ടെത്തിയിട്ട് എഴുതണം കേട്ടോ. നമുക്ക് എണ്ണി നോക്കാം. എണ്ണിക്ക് 1, 2, 3, 4, 5. എത്ര ബാറ്റുകൾ ഉണ്ട് മക്കളെ, 5 ബാറ്റുകൾ ഉണ്ട് അല്ലെ. ചിത്രത്തില് 5 ബാറ്റുകൾ ഉണ്ട്. അടുത്തത് എന്താണ് തന്നത്, ബോൾ ആണ് തന്നത് അല്ലെ. അപ്പൊ നമുക്ക് ബോളുകൾ എത്ര ഉണ്ടെന്ന് നോക്കാം. മക്കളൊന്ന് എണ്ണി നോക്കിക്കേ, 1, 2, 3 അല്ലെ. 3 ബോളുകളാണ് ഉള്ളത്. എത്ര ബോളുകൾ ഉണ്ട് മക്കളെ, 3 ബോളുകൾ ഉണ്ട് അല്ലെ. ഓക്കെ, അടുത്ത നോക്കിക്കേ മക്കളെ, സ്റ്റാർ അല്ലെ. നക്ഷത്രം എത്രയുണ്ട് നമുക്ക് കണ്ടെത്തണം. എണ്ണി നോക്കിക്കേ, ഇവിടെ ഒരു നക്ഷത്രം 1 ഉണ്ട്, പിന്നെ ഇവിടെയുള്ളത് 2. എത്ര നക്ഷത്രം ഉണ്ട് മക്കളെ, 2 നക്ഷത്രം ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം അല്ലെ. എത്ര പൂക്കളുണ്ട്, ഒരു പൂവാണുള്ളത്. എത്ര കാറുണ്ട്, 4 എണ്ണം ഉണ്ട്. ബാറ്റോ 5 എണ്ണം ഉണ്ട്. ബോള് 3, സ്റ്റാർ എത്രയുണ്ട്, 2 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് തന്നിട്ടുള്ള ചിത്രത്തില് ഓരോന്നും എത്ര എണ്ണം വീതമാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, കണ്ടെത്തി കഴിഞ്ഞു. ആദ്യത്തെ പ്രവർത്തനം നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു അല്ലെ. ഓക്കെ, പിന്നെ മക്കൾക്ക് ചോദിക്കുന്ന എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ ഓരോന്നിന്റെ എണ്ണം കണ്ടെത്തി. ആ എണ്ണത്തെ അവയുടെ എണ്ണത്തിനനുസരിച്ച് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതാനായിട്ട് പറയും. അപ്പൊ നമ്മുടെ എണ്ണം ഒന്ന് നോക്കിക്കേ മക്കളെ. നമുക്ക് 1 കിട്ടിയിട്ടുണ്ട്, 4, 5, 3, 2. ഇതിന് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുമ്പോ ആദ്യം ഏത് സംഖ്യ വരും, മക്കളെ, ഏത് വരും, 1 തന്നെ വരൂലേ. നമുക്കറിയാം അല്ലെ. 1 കഴിഞ്ഞാൽ ഏത് വരും, 4 വരുമോ, ഇല്ല അല്ലെ. 5 വരുമോ, ഇല്ല. 3 വരുമോ, ഇല്ല അല്ലെ. അടുത്ത സംഖ്യ ഏതാണ്, 2 വരും. അത് കഴിഞ്ഞ് ഏത് വരും, 3, 4, 5. ഇതേ രീതിയിലല്ലേ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. അപ്പൊ മക്കൾക്ക് എന്ത് ചെയ്യും, ഇതേ രീതിയിൽ ഒരു കോളൊക്കെ ചിലപ്പോൾ നമുക്ക് അവിടെ തരും കേട്ടോ. അപ്പൊ മക്കൾ ആദ്യം എഴുതാതെ ഏറ്റവും ചെറിയ കൂട്ടം, പൂക്കളുടെ കൂട്ടം അല്ലെ, 1. അടുത്തത് നക്ഷത്രത്തിന്റെ കൂട്ടാണ് 2. പിന്നെ ഏതാണ് വരുന്നത്, 3 എണ്ണം വരുന്നത് ഏതാണ്, ബോളാണ് അല്ലെ. 3, പിന്നെ 4. അടുത്തത് ഏറ്റവും ലാസ്റ്റ് ഏത് വരും, 5 വരും അല്ലെ. 5 എണ്ണം വരുന്നത് ഏതാണ്, ബാറ്റ് ആണ്. 5 എണ്ണം ഉള്ളത് അല്ലെ. അപ്പൊ ഇതേ രീതിയിൽ മക്കൾ എന്ത് ചെയ്യുക, എണ്ണം കണ്ടെത്തിയതിനു ശേഷം ആ എണ്ണത്തെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇതേ രീതിയിൽ ക്രമപ്പെടുത്തി എഴുതാനായിട്ട് മക്കൾ നോക്കിയിട്ട് പോവുക കേട്ടോ. അപ്പം കുറച്ച് മക്കൾക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം, എങ്കിലും വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. മക്കൾ എന്ത് ചെയ്യുക, ഇതുപോലെ ചിത്രങ്ങളൊക്കെ നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് എണ്ണി നോക്കുക കേട്ടോ. എണ്ണ നോക്കിയിട്ട് ഏതാണ് വലിയ കൂട്ടം, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ടീച്ചർ പറഞ്ഞല്ലോ നമുക്ക് ഉത്കൃതനം 3ാം ദിവസമാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് എഴുതാനൊക്കെ ആയിട്ടുണ്ടായിരിക്കും എന്നുള്ളത്.
അപ്പൊ മക്കൾക്ക് എന്ത് ചെയ്യും, ഒരു ചിത്രം തരും കേട്ടോ. എന്നിട്ട് ആ ചിത്രത്തിന് യോജിച്ച രീതിയിൽ വാക്യം എഴുതാനായിട്ട് ഉണ്ടായിരിക്കും. മക്കൾ പേടിക്കൊന്നും വേണ്ട. മക്കൾ എന്ത് ചെയ്യുക, ചിത്രം നന്നായിട്ട് നോക്കുക. എന്നിട്ട് എന്താണോ ആ ചിത്രത്തിൽ മക്കൾക്ക് മനസ്സിലായത് അതെന്ത് ചെയ്യുക, ഒരു വരിയിൽ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. നമുക്ക് മുന്നേ ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു, നമ്മുടെ കൊച്ചു പൂച്ച പാല് നക്കി കുടിക്കുമ്പോൾ അവന്റെ നാവ് കൊള്ളുന്ന ഒരു പാട്ട് മക്കൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ ചിത്രമായിരുന്നു കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. ഒരു 3 ചിത്രത്തോളം തന്നിട്ട് മക്കളെടുത്ത് ഒരു ചിത്രത്തില് നമ്മുടെ പൂച്ച എന്ത് ചെയ്യാണ്, പാല് കണ്ടപ്പോൾ ഓടി വരികയാണ് കേട്ടോ. പിന്നെ ഒരു ചിത്രത്തിൽ എന്ത് ചെയ്യാണ്, പൂച്ച പാല് നക്കി കുടിക്കുകയാണ്. പിന്നെ ഒരു ചിത്രത്തിൽ എന്ത് ചെയ്യാണ്, അതിന്റെ നാവ് പൊള്ളുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ അത് മക്കൾ എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, ഓരോ ചിത്രത്തിനും താഴെ തന്നിട്ടുള്ള ഒരു വരിയിൽ ഒരു വാക്യത്തിൽ എഴുതാനായിട്ട് ഉള്ളൂ കേട്ടോ. അതായത് പൂച്ച എന്ത് ചെയ്യാണ്, പാല് കണ്ടു. രണ്ടാമത്തെ ചിത്രത്തിൽ പൂച്ച എന്ത് ചെയ്യാണ്, പാല് കുടിച്ചു. മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ്, നാവ് പൊള്ളി. അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. മക്കൾക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഒരൊറ്റ വാക്യത്തിൽ എഴുതാനായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കൾ പ്രധാനമായിട്ട് 2ാം ദിവസത്തിൽ പഠിക്കേണ്ടത്. അപ്പം വലിയ പ്രയാസമൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് അല്ലേ. മക്കൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കുക കേട്ടോ. എന്തൊക്കെയാ ടീച്ചർ പറഞ്ഞത്, ആദ്യം ഇതേ രീതിയിൽ ഒരു കൂട്ടം തരും. എന്നിട്ട് ഓരോന്നും എത്ര എണ്ണം വീതമാണെന്ന് എണ്ണി എഴുതാനായിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ എണ്ണത്തെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതാനുണ്ടായിരിക്കും. പിന്നെ എന്ത് തരും, മക്കൾക്ക് ചിത്രം തരും. ചിത്രം തന്നിട്ട് ആ ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ള വാക്യങ്ങൾ എഴുതാനായിട്ട് പറയും കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ടീച്ചർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് പോവുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മക്കൾ എന്ത് ചെയ്യുക, പരീക്ഷയൊക്കെ എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുക കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് കൂടി മറക്കരുതേ. ഓക്കെ മക്കളെ, അടുത്ത ദിവസം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.